guys, hello, welcome back to my channel, Talks. Okay, അപ്പം ഞാൻ ഇന്ന് കുറേ നാളായി നമ്മൾ കണ്ടിട്ടില്ലേ. ഞാൻ വീഡിയോ ഇട്ട് തുടങ്ങിയത് 2020 2020. ഇപ്പം 2025 ആയി. അന്ന് എനിക്ക് 5 വയസ്സുണ്ടായിരുന്നു, ഇപ്പം എനിക്ക് 12 വയസ്സായി. അപ്പം ഞാൻ ഒന്നും കൂടി വീഡിയോ ഇടാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെൻ്റ് ആയെന്ന് തോന്നുന്നു. അപ്പം ഞാൻ ഇപ്പം ഷോർട്സാണ് കൂടുതൽ ഇടുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇടാം. ഇപ്പോൾ കുറേ നാളെ ഒരു വീഡിയോ ഇട്ടിട്ട് ഷോർട്സ് ഞാൻ ഇപ്പം നോക്കിയപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എന്തുവാ ഡ്രോയിങ് ബേസിസ് ആണ് നിങ്ങൾക്ക് കുറേ ഇഷ്ടം. ഞാൻ വിചാരിച്ചു ഇന്നൊരു ഡ്രോയിങ് കണ്ടന്റായിട്ട് ഉപയോഗിക്കാം. കാരണം ഞാൻ കൊച്ചു കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഷെയ്ഡിങ് പഠിപ്പിക്കാൻ പോവാം. എല്ലാ ആൾക്കാർക്കൊക്കെ മിക്കവർക്കും അറിയാമല്ലേ. അപ്പോൾ കൊച്ചു കുട്ടികൾക്ക് ഇന്ന് ഞാൻ ഒരു ബേസിസ് ആയിട്ട് ഷെയ്ഡിങ്, പെൻസിൽ ഷെയ്ഡിങ് പഠിപ്പിച്ചു കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പം പെൻസിൽ ഷെയ്ഡിങ് ചെയ്താൽ നിങ്ങൾക്ക് നല്ല ബെനിഫിറ്റ് കിട്ടും. ഞാൻ കാണിക്കാം. ഞാൻ ആ പെൻസിൽ ഷെയ്ഡിങ് പഠിച്ച് കഴിഞ്ഞിട്ട് വരച്ചൊരു ഫോട്ടോ ആണ് ഇത്. ഈ ഒരു ഫോട്ടോ ഞാൻ ഇതൊരു ലൂഫിയാണ്. വൺ പീസ് കാണുന്നവർക്കറിയാം. ഓക്കെ, അപ്പം ഇതുപോലത്തെ വലിയ വലിയ ഫോട്ടോസ് കൊച്ചു കുട്ടികൾക്ക് പറ്റും. അപ്പം ഇതുപോലത്തെ ആപ്പിൾ, ഓറഞ്ച് അതുപോലത്തെ എല്ലാം ഷെയ്ഡിങ് വരച്ച് കഴിഞ്ഞിട്ട് ഈ കുറേ ഫ്രൂട്ട്സ് ഞാനിപ്പം ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്ന ആപ്പിളിൻ്റെ ഷെയ്ഡിങ് ആണ്. പിന്നെ അത് നിങ്ങൾ വരച്ച് കഴിഞ്ഞിട്ട് അതേപോലെ നിങ്ങൾ കുറേ ഫ്രൂട്ട്സ് വരയ്ക്കണം. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ ഇത്രയൊക്കെയുള്ള ചെറിയ ചെറിയ ഒബ്ജക്ട്സ് വരയ്ക്കണം. അത് വരച്ച് കഴിഞ്ഞാൽ അത് ഷെയ്ഡ് ചെയ്ത് അങ്ങനെ നോക്കിയിട്ട് അല്ലാതെ പിന്നെ യൂട്യൂബിൽ നോക്കി ഇതുപോലത്തെ വീഡിയോസ് കാണാൻ പറ്റും. അപ്പോൾ അത് യൂട്യൂബിൽ ഇതുപോലത്തെ വീഡിയോ നോക്കി നിങ്ങൾക്ക് വരയ്ക്കാനാണ്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ആപ്പിൾ ഇത് ഈ ഷെയ്ഡിങ്ങിലോട്ട് കിടക്കാം. പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് വരയ്ക്കുന്നത് ആപ്പിളാണ്. ഫസ്റ്റ് നമുക്ക് ആപ്പിളിൻ്റെ ഔട്ട്ലൈൻ വരും. ഫസ്റ്റ് ആപ്പിളിൻ്റെ ഔട്ട്ലൈൻ വെച്ച് തുടങ്ങാം. ചെറിയ ആപ്പിൾ മതി, വലിയ ഓക്കെ. അപ്പം ആപ്പിൾ വരയ്ക്കാനാണ് ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു സി വരയ്ക്കുക, ഇവിടെ ഒരു സി വരയ്ക്കുക, ഇവിടെ മുകളിലോട്ടൊരു വി വരയ്ക്കുക, ഇവിടെ താഴോട്ടൊരു വി വരയ്ക്കുക, ഇവിടെ നല്ല ഇവിടെ ഇങ്ങനെ ഒരു വി വരയ്ക്കുക, മുകളിൽ ഇങ്ങനെ ഒരു വി വരയ്ക്കുക. പക്ഷേ മുകളിൽ ഇത്തിരി കേർവായിരുന്നു ഇത് വരണം. എന്നിട്ട് നമുക്ക് ഇനി ചെയ്യാനുള്ള കാര്യം, ഇനി നമുക്ക് ആപ്പിളിന് സ്റ്റെമ്മും ലീഫും കൊടുക്കാം. അപ്പം നമുക്കൊരു ഇത് വരയ്ക്കാം. തണ്ടാണ്. നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പം അവിടുത്തെ ടീച്ചർമാർ പറയും ആൻ ആപ്പിൾ കീപ്സ് എ ഡോക്ടർ അവേ. ഇപ്പം എങ്ങനത്തെ ആപ്പിളാണെന്ന് പറഞ്ഞൂടാ. വാക്സ് ഒക്കെ പൊട്ടിയ ആപ്പിൾ ഒക്കെ ആയിരിക്കും. എല്ലാം മിക്ക കടക്കാരും അങ്ങനെയൊക്കെ തരുന്നത്. കൊച്ചു കൂട്ടുകാർക്ക് അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ഒന്നും കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, ചെറിയ സ്റ്റെപ്പ് കൊടുത്താൽ മതി, വേണമെങ്കിൽ ഇത്ര വലുത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഷെയ്ഡിങ് തുടങ്ങാം. നമുക്ക് കുറേ കടയിൽ പോയ ഷെയ്ഡിങ് സെറ്റ് എന്ന് പറഞ്ഞ് ഒരു കുറേ പെൻസിൽ കിട്ടും. അപ്പം അതിൻ്റെ തുമ്പത്ത് 10, 8 അങ്ങനെ കുറേ 10B, 8B, 4B അങ്ങനത്തെ കുറേ ബീൻ്റെ മുമ്പിൽ കുറേ നമ്പേഴ്സ് കൊടുക്കും. അതെന്തെന്ന് വെച്ചാൽ ആ പെൻസിലിൻ്റെ തിക്കാണ്. ഇത് 8ൻ്റെ ആണ്. 8ൻ്റെ ആ മുന നോക്കൂ. ഇത് നോർമൽ കടയിൽ കിട്ടുന്ന അല്ലാത്ത പെൻസിലാണ്. അതിൻ്റെ ഈ മുന കണ്ടോ, രണ്ടിൻ്റെയും ഡിഫറൻസ് നോക്കിയേ. അപ്പം ഇതാണ് ഇവിടെ ആയിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പം ലൈറ്റ് എങ്ങനെ വരുന്നതെന്ന് ആദ്യം നോക്കണം. ഇവിടെ ലൈറ്റ് വരുവാണെങ്കിൽ ഇങ്ങോട്ട് ഇവിടെ ആയിരിക്കും ഡാർക്ക് ആവുന്നത്. ഇവിടെ ലൈറ്റ് വരുവാണെങ്കിൽ ഇവിടെ ആയിരിക്കും ഡാർക്ക് ആവുന്നത്. അപ്പം ഞാൻ ഇപ്പം കൊടുക്കാൻ പോകുന്നത് ഇവിടെയാണ് ഞാൻ ലൈറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം വലിയ നല്ല ഇതുള്ള പെൻസിൽ എടുക്കാം. എന്നിട്ട് ഇവിടെ നല്ല ഡാർക്ക് ചെയ്യാം.
ഈ ഒരു സൈഡ് നല്ല ഡാർക്ക് ചെയ്യുക. ഇവിടെ ഒരു ജസ്റ്റ് ഔട്ട്ലൈൻ കൊടുത്താൽ മതി. അത് പിന്നീട് നമുക്കൊരു മിനുക്ക് പണിയുണ്ട്, അത് നമുക്ക് പിന്നെ ചെയ്യണം. ഓക്കെ, ഇവിടെ എന്നിട്ട് പയ്യെ ഒരു ഷെയ്ഡിങ് കൊടുക്കണം. പെൻസിൽ ഇങ്ങനെ ചരിച്ച് പിടിക്കുക, ഇവിടെ പിടിക്കണം. ഇവിടെ നമ്മൾ എഴുതുമ്പം ഇവിടെ പിടിച്ചിട്ടാണ് എഴുതുന്നത്, പക്ഷേ ഇതുപോലത്തെ പെൻസിൽ ഉപയോഗിക്കുമ്പോൾ ഇവിടെ പിടിക്കണം. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ലൈൻ ഇടുക. ഒന്നെങ്കിൽ ലൈൻ ഇടുക, അല്ലെങ്കിൽ ഇങ്ങനെ 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 ആക്കുക. ലൈൻ ഇടുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ ലൈനാണ്. ഞാൻ രണ്ടും ഇടാറുണ്ട്. ലൈൻ ഇടുമ്പോഴാണ് പെർഫെക്ഷൻ കിട്ടുക. ഓക്കെ, പിന്നെ ലൈറ്റ് അടിക്കുമ്പോൾ ഇവിടെ നല്ല ലൈറ്റ് ഉണ്ടാവും, ഇവിടെ ലൈറ്റ് ഉണ്ടാവും. ഈ സ്ഥലത്ത് ഒട്ടും ലൈറ്റ് അടിക്കാത്ത സ്ഥലമാണ്. ഈ സൈഡും ലൈറ്റ് ഇച്ചിരിയെ അടിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ ഒന്നും ലൈറ്റ് അടിക്കാറേ ഇല്ല. ഈ സ്ഥലത്ത് ലൈറ്റ് അടിക്കത്തില്ല, ഇവിടെ നിന്ന് ബ്ലോക്ക് ചെയ്യും ലൈറ്റ്. അതുകൊണ്ട് ഇവിടെ നല്ലോണം ഡാർക്ക് ചെയ്യാം. ഇത് കേട്ടോ, ഇവിടെ നല്ലോണം ഡാർക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഡാർക്ക്നെസ് കുറയ്ക്കുക. ഒന്നെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ലൈൻ ഇടുക, അല്ലെങ്കിൽ ഈ പെൻസിലിൻ്റെ ഇവിടെ 2, 4 അല്ലെങ്കിൽ HB അങ്ങനത്തെ പെൻസിൽ വെച്ച് ഇവിടെ ഷെയ്ഡ് ചെയ്യാം. അത് വലിയ ഇതില്ലാത്ത പെൻസിലാണ്. അതിൻ്റെ മുന്നേയൊക്കെ ഇത്ര നോർമൽ പെൻസിലിൻ്റെ അത്രയാണ്, അല്ലെങ്കിൽ നോർമൽ പെൻസിൽ ഉപയോഗിച്ചാലും മതി. പിന്നെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ടിഷ്യൂ അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ പേപ്പറിൻ്റെ ഇത് ഉണ്ടെങ്കിൽ അത് വെച്ച് വേണം ഇതിങ്ങനെ ചെയ്യാം. പക്ഷേ കയ്യിലൊന്നും ഇല്ലെങ്കിൽ കൈ വെച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. കട്ടി കട്ടി. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന ടിഷ്യൂ ആണ്. ടിഷ്യൂവിൻ്റെ ഒരു ചെറിയ ഭാഗം ഒന്ന് കീറിയെടുക്കുക, മടക്കുക. എന്നിട്ട് ഒന്ന് ഇങ്ങനെ ഇതിൻ്റെ സൈഡിലൊക്കെ നല്ലോണം പുരട്ടുക. നമ്മുടെ ഈ മരുന്നൊക്കെ പുരട്ടുന്ന പോലെ. ഇത്രയും പുരട്ടിയിട്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ ശരിയും കൂടി ഒന്ന് ഇതാക്കണം. ഓക്കെ, ഇവിടെ ആക്കിയിട്ട് ഇവിടെ ഇത്രയും നല്ലോണം ലൈറ്റ് അടിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് ഇവിടെ ഇറേസർ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിക്കുക. ഇവിടെ ഇത്രയും നല്ലോണം ലൈറ്റ് അടിക്കുന്നതാണ്. അതുകൊണ്ട് ഇവിടെ അത്രയും ലൈറ്റിൻ്റെ സോഴ്സ് വരുന്നതുകൊണ്ട് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇവിടെ ഇത്രയും നല്ലോണം ഡാർക്കണം. ഇവിടെയാണ് മെയിൻ. ഈ സ്ഥലത്ത് നല്ലോണം ഡാർക്കണം. അത് വലിയ പെൻസിലെടുത്തിട്ട് ഇവിടെ ഇട്ട് നല്ലോണം ഡാർക്കണം. എന്നിട്ട് ഈ താഴെ ഒട്ടും ലൈറ്റ് അടിക്കത്തില്ല, അപ്പൊ താഴെയും കൂടി ഒന്ന് ഇതാക്കി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഷെയ്ഡ് ചെയ്യാം. താഴെയും ഈ സൈഡുമാണ് നല്ലോണം ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇപ്പം ലൈറ്റ് ഇവിടെ ആണെങ്കിൽ ഈ സൈഡ് വേണം നല്ലോണം ഷെയ്ഡ് ചെയ്യാം. എന്നിട്ട് ഇത് വെച്ചിട്ട് ഇവിടെ ഒന്ന് നല്ലോണം ഇതാക്കി കൊടുക്കുക. എന്നിട്ട് നോർമൽ പെൻസിലിട്ടിട്ട് ആ ഒരു ഷേപ്പ് കൊടുക്കുക, നേരത്തെ വരച്ച ഷേപ്പ്. ഓക്കെ, എന്നിട്ട് ആ പെൻസിൽ തന്നെ എടുക്കുക. ഇനി നമുക്ക് ഷാഡോ വരയ്ക്കാം. നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ ഷാഡോ? ഇപ്പം ഒരു സാധനത്തിന് ലൈറ്റ് വരുമ്പം ഒരു സാധനം അതിൻ്റെ നടുക്ക് കൊണ്ടുവച്ചാൽ ആ ലൈറ്റ് ആ ഒബ്ജക്റ്റ് ബ്ലോക്ക് ചെയ്യും. ആ ബ്ലോക്ക് ചെയ്യുമ്പോൾ ബാക്കിലൊരു ഷാഡോ എന്ന് പറയുന്നത്, നിഴലെന്ന് പറയുന്നത് വരും. അപ്പം എൻ്റെ കൈൻ്റെ നിഴലിൽ ഇവിടെ വരും, കണ്ടോ? അതാണ് നിഴൽ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം നമുക്കിനി ഷാഡോവിനെ പറ്റിയാണ് നോക്കേണ്ടത്. ഇനി ഷാഡോ ആണ് വരയ്ക്കേണ്ടത്. ഇവിടുന്ന് ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ അത്ര നല്ലത്. ഇവിടെ ഒരു ഡോട്ട് കൊടുക്കുക. എന്നിട്ട് അവിടുന്ന് സ്കെയിൽ വെച്ച് ഇവിടെ ഒരു ഡോട്ട് കൊടുക്കുക. അപ്പം ഇത്രയും വേണം ഷാഡോ. ഇവിടെ തൊട്ട് ഇവിടെ വരെ വേണം ഷാഡോ വരയ്ക്കാൻ. ഇത്ര സ്ഥലം ഇവിടെ ഇതാണ് ഇതിൻ്റെ തുമ്പ്. ഇവിടെ തൊട്ടാണ് ഷാഡോ വരേണ്ടത്. അപ്പം ഇവിടെ ഇത്രയും വേണം ഷാഡോ വരയ്ക്കാൻ. ഷാഡോ വരയ്ക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞോളൂ, ഈ സൈഡ് ഡാർക്ക് ചെയ്തോളൂ, ഇവിടെ ഡാർക്ക് ചെയ്യും. വലിയ പെൻസിലിട്ട് ഇവിടെ ഡാർക്ക് ചെയ്യും.
ഇവിടെ ഇങ്ങനെ ഡാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ ഇത് കുറയ്ക്കണം. എന്നുവെച്ചാൽ പെൻസിലിൻ്റെ ഒന്നെങ്കിൽ ആ പെൻസിലിൻ്റെ ഇവിടെ നല്ല കട്ടിക്ക് ഇവിടെ നല്ലോണം ഇങ്ങനെ ആക്കിയിട്ട് ഇവിടെ എത്തുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കൂട്ടി വന്നാലും കുഴപ്പമില്ല. അല്ല അത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഇതായിട്ട് ബി കുറച്ച് വന്നാൽ മതി. ഇവിടെ നല്ല ഡാർക്കായിരിക്കും, ഇവിടെ നല്ല ഡാർക്കായിരിക്കും, ഇവിടെ നല്ല ഡാർക്കാണ്. ഇവിടെ നല്ലോണം ഡാർക്ക് കൊടുക്കണം. പിന്നെ പോകുമ്പോൾ ഇതിൻ്റെ ഒരു ലെങ്ത്ത് അല്ല എന്ന് വെച്ചാൽ ഈ ഒരു ഷെയ്ഡിങ്ങിൻ്റെ ഇത് കുറച്ച് ഇടുക. ലാസ്റ്റ് നോർമൽ പെൻസിൽ എടുക്കുക, അതിപ്പോൾ ഒന്ന് ഷെയ്ഡ് ചെയ്യുക. ഈ പെൻസിൽ എടുക്കുക, കുറച്ച് മതി. ഏറ്റവും നല്ലത് ഇങ്ങനെ ലൈൻ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ഓക്കെ കൂട്ടുകാരെ, ഞാനപ്പം ഇത് മൊത്തം ഷെയ്ഡ് ചെയ്തിട്ട് ഞാൻ അടുത്ത കാണിക്കാം. അപ്പോൾ കൂട്ടുകാരെ ഞാൻ ഇത് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നമുക്ക് ഈ യൂസ് ചെയ്ത പേപ്പറോ ഇപ്പം കയ്യിലാണ് യൂസ് ചെയ്തെങ്കിൽ കൈ എടുത്തിട്ട് ഇതെടുത്തിട്ട് ഇങ്ങനെ സൈഡിൽ ഈ വര ഉണ്ടല്ലോ, ഈ വരയുടെ മുകളിൽ കൂടെ 2-3 വട്ടം ഇങ്ങനെ ആക്കുക. പിന്നെ ഇറേസർ എടുക്കുക, എന്നിട്ട് ആ വര മായ്ച്ച് കളയാം. ആ വര നമുക്കിനി വേണ്ട. ഷെയ്ഡിങ്ങിന് വര വെച്ചല്ല ഇത് ചെയ്യുന്നത്. എന്നിട്ട് അതിന് ചുറ്റിനുള്ളതും മായ്ച്ച് കളയാം. ഓക്കെ, ഇനി ഈ ഇത് വെച്ചിട്ട് ഇവിടെ ഒന്ന് കുറച്ച് 2-3 വര ഇങ്ങനെ കൊടുക്കുക. ഉണ്ടോ ഇങ്ങനെ വര കൊടുക്കുക. എന്നിട്ട് അത് ഇവിടെ അങ്ങ് വായിച്ചത് എന്ന് വെച്ചാൽ ആ വരയുണ്ടല്ലോ, നമ്മൾ പെൻസിൽ വെച്ച് വരയ്ക്കുന്ന പോലെ ഇറേസർ ഇട്ട് വരയ്ക്കുക. പക്ഷെ ആ ഒരു ഷേപ്പ് വരണം. കണ്ടോ? കണ്ടോ? ഇപ്പൊ ആ ഒരു ലൈൻ കാണുന്നില്ല, പക്ഷെ അവിടെ ഒരു ഒബ്ജക്റ്റ് ഇത്രേ ഉള്ളൂ എന്ന് കാണുന്നുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത. എന്നിട്ട് ഇങ്ങനെ സംഭവം കിട്ടും. എന്നിട്ട് റൈസർ ഇട്ട് ഇങ്ങനെ ഇനി നമുക്ക് നോർമൽ പെൻസിൽ എടുത്തിട്ട് നമ്മൾ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് ഇതുപോലെ കൊടുക്കുക. എല്ലാ ആപ്പിളിനും ഉണ്ട്. ആ സ്റ്റെമ്മ് നിൽക്കുന്നതിൻ്റെ അവിടെ ഇതുപോലെ ഒന്ന് കൊടുത്തിട്ട് ഈ സൈഡിൽ നല്ലോണം ഇച്ചിരി ഒന്ന് ഡാർക്ക് ചെയ്യുക. ഈ സൈഡിൽ മാത്രം. കാരണം ഇവിടെയാണ് ലൈറ്റ് വരുന്നത്. ലൈറ്റ് അടിക്കുമ്പോൾ ഇവിടെ തിളങ്ങും, ഇവിടെ ഇച്ചിരി ഡാർക്കാവും. ഇവിടെയൊക്കെ നല്ല ലൈറ്റ് അടിക്കും. പക്ഷേ ആ സൈഡിൽ നമുക്ക് ഇച്ചിരി ഒന്ന് ഇതാക്കാം. ഇവിടെ ഇങ്ങനൊരു ഇത് വരയ്ക്കുക. ആ സ്റ്റെം അതേപോലെ നിർത്തുക. എന്നിട്ട് ഇവിടെ ഒന്ന് ഇതാക്കുക. ഓക്കെ, ഇനി ആ ഇവിടെ ഒന്ന് മായ്ക്കണം. ഈ നടുക്കല്ല, ഈ ഒരു പോർഷൻ കണ്ടോ? അപ്പം നമ്മുടെ ഈ സൈഡിലത്തെ കഴിഞ്ഞു. അവിടെ വേണമെങ്കിൽ നല്ല ഇതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒന്ന് മാറ്റി കൊടുക്കുക. പക്ഷെ അത് കൂടുതലായിട്ട് മാറ്റും. ഓക്കെ, ഇനി ഈ സൈഡിലും ഒരു ഈ സ്റ്റെം ഒന്ന് ചെറിയ മായ്ച്ചിട്ട് അവിടെ ഒന്ന് ചെറുതായിട്ട് കൊടുത്താൽ മതി. കാരണം അവിടെ ലൈറ്റ് അടിക്കുന്നുണ്ടല്ലോ. ഈ സൈഡിൽ നല്ല ഇത് കൊടുക്കണം.
എന്നിട്ട് പിന്നെ ഇവിടെ ഒന്നും കൂടി ഈ മറ്റേ പെൻസിൽ എടുത്തിട്ട് ഇവിടെ ഒന്ന് നല്ലോണം ഇത് കൊടുക്കുക. തീർന്നു, ഇത്രയേ ഉള്ളൂ. ഇതാണ് ആപ്പിളിന്റെ പെൻസിൽ ഷെയ്ഡിങ്. ഓക്കെ, ഇതാണ് നമുക്ക് ലാസ്റ്റ് ആയിട്ട് കിട്ടിയ ആപ്പിൾ അല്ലേ. ഇവിടുന്ന് നമുക്ക് ലൈറ്റ് അടിക്കുമ്പോൾ കിട്ടുന്ന ഈ ഒരു ഷാഡോ ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കുക. ഇനി ഇതുപോലെ നിങ്ങൾ കുറെ വരയ്ക്കുക. എക്സാമ്പിളായിട്ട് ഓറഞ്ച് വരയ്ക്കുക, ബനാന വരയ്ക്കുക, അങ്ങനത്തെ കുറെ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ, അതെല്ലാം വരയ്ക്കുക. എന്നിട്ട് വലിയ വലിയ ഡ്രോയിങ്സിലോട്ട് നിങ്ങൾ പോകണം. ഇത് നല്ല ഇമ്പ്രൂവ്മെന്റ് തരും. ഓക്കെ, പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഡാർക്കൺ ഫീൽഡ് ഇവിടെ പിടിക്കുക, ഇത് പെൻസിലിന്റെ ഇവിടെ പിടിക്കുക. ഷെയ്ഡ് ഇച്ചിരി ഇതാവുമ്പോൾ ഈ സൈഡിലായിട്ട് ഇങ്ങനെ പിടിച്ച് ഷെയ്ഡിങ് ചെയ്യാം. ഇങ്ങനെ പിടിച്ച് ഡാർക്കൺ ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിച്ച് ഷെയ്ഡ് ഇച്ചിരി ഇതാകുമ്പോൾ ഇങ്ങനെ പിടിച്ച് വേണം ഡാർക്ക് ചെയ്യാൻ. ഇത് ജസ്റ്റ് ഒന്ന് ഇതാക്കാം. ഓക്കെ, ഞാൻ എല്ലാവരും ഷെയ്ഡിങ് പഠിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനിയും ഉട്ടോപ്പിയ വ്ളോഗ്സിന്റെ ഇനിയും വീഡിയോസ് വരുന്നതായിരിക്കും. അത് എന്നാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.